അത്യാവശ്യം നന്നായിട്ട് പഠിക്കും. പഠിക്കുന്നതാണ് എനിക്കറിയാം, നന്നായിട്ട് പഠിക്കുന്നത്. ഒരുപാട് എന്താ പറയുക കഴിവുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ഒന്നും അങ്ങനെ പ്രകടിപ്പിക്കില്ല. അപ്പോൾ എന്താ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താ പറയുക, എല്ലാ കാര്യത്തിലും ആക്റ്റീവായ ഒരു കുട്ടിയായിരുന്നു. ഇപ്പം എന്താ പറയുക, എല്ലാത്തിനും ഇങ്ങനെ ബാക്ക്വേർഡ് പോകുന്നു. ചെറിയ ഭാവം ഇവന്റെ കാര്യം നോക്കണം. എനിക്ക് 3 ആൺകുട്ടികളാണ്. രണ്ടാമത്തെ ഒരാൾക്ക് പഠിക്കണം. അവന്റെ കാര്യം നോക്കണം. ഇവർ രണ്ടാളുടെ സ്വഭാവം എങ്ങനെ വെച്ചാൽ ഭയങ്കര ഡിഫറെന്റാണ്. ഒരാള് എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്ന ഒരാളാണ് രണ്ടാമത്തെ കുട്ടി. മൂത്ത കുട്ടിയാണെങ്കിൽ എല്ലാം വിട്ടുകൊടുക്കും. പിന്നെ എന്താ പറയുക വെച്ചാല് മോന് പഠിക്കേണ്ട കാര്യമായാലും പഠിക്കാനൊക്കെ ഇരിക്കും. ഇപ്പൊ മോനെ പോയിരിക്കും, മോൻ റെഡിയാണ്. പക്ഷെ രണ്ടാമത്തെ കുട്ടി വെച്ചാൽ ഇല്ല, ഫുൾ ടൈം ഈ ലാപ്ടോപ്പ്. അച്ഛൻ മൂത്ത മോനെ പഠിക്കാൻ വേണ്ടി ഒരു ലാപ്ടോപ്പ് കൊണ്ടുകൊടുത്തി. അത് രണ്ടാമത്തെ ആളുണ്ടാക്കും ഗെയിം കളിക്കാൻ വേണ്ടി ചെയ്യും. എത്ര പറഞ്ഞാലും തരുന്നില്ല രണ്ടാമത്തെ ആള്. പക്ഷെ നേരെ തിരിച്ച് മൂത്ത എന്ത് പറഞ്ഞാലും. പക്ഷെ ഒന്നും എന്താ പറയണ്ടേ, എല്ലാം ഒരു കംപ്ലീറ്റ് ആവുന്നില്ല. എന്തൊക്കെയോ ആവണം എന്നുള്ളൊരു ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അത് ഒരു കംപ്ലീറ്റ് ആവുന്നില്ല. പിന്നെ എന്താ പറയാ, ഞാൻ എവിടെയല്ലോ എല്ലാവരെയും ശ്രദ്ധ പിടിച്ച് പറ്റണം എന്നൊരു താല്പര്യമുള്ള ഒരാളാണ്. പക്ഷെ എന്നാ പറയണ്ടേ, എല്ലാത്തിനും സ്റ്റേജ് ഫ്രീ എന്താ പറയുക, ഒരു ഇവിടെ വന്ന് സംസാരിക്കാൻ ഒരു നാണമോ ഒരു ടെൻഷനോ എന്താ അവന്റെ പ്രശ്നം നിനക്ക് അറിയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല ആക്റ്റീവായ ഒരാളാണ്. എവിടെയും പോയി സംസാരിക്കാനും ആരോഗ്യം എക്സ്പ്രസ് ചെയ്യാനും എല്ലാം എനിക്കൊരു ഇല്ല. ഇപ്പോഴാണ് കുറച്ചും കൂടി ഞാനൊരു ഞങ്ങളും ഫാമിലിയും എല്ലാവരും ഒതുങ്ങി അങ്ങനെ ആയത്. അപ്പോൾ ഇവനെച്ചാൽ ഇവനിപ്പോ ഇവിടെ വന്നിട്ട് മോനെ ആക്കി ഇവിടെ വന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനാണ്. അപ്പൊ ഈ ഒരു ക്ലാസ് കൊണ്ടുള്ള വെച്ചാൽ എനിക്ക് അവന്റെ പ്രശ്നങ്ങൾ, അവന്റെ അനിയന്റെ പ്രശ്നങ്ങൾ അതും കൂടി എനിക്ക്, അതായത് ഇപ്പൊ സാറ് പറഞ്ഞു, ഒരാള് ശ്രദ്ധ കിട്ടാൻ ശ്രമിക്കുന്നു, മറ്റൊരാള് ശ്രദ്ധ, അത് രണ്ടുപേരും ഒരു വീട്ടിലുണ്ട്. അപ്പൊ എനിക്ക് ഇവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ചിലപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ എനിക്കതിന്റെ ഗുണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ശരിക്കും അമ്മയാണ് വരേണ്ടതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം കുട്ടികളുടെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കൂടുതൽ സമയം അവരെ കൂടെ ചെലവഴിക്കുന്നത് അമ്മയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് വരാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ മാഡം കുറച്ച് മുമ്പ് ഒരു കാര്യം ചോദിച്ചിരുന്നു, പിന്നെ നിങ്ങളെപ്പോലെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നത്. ശരിക്ക് അതിപ്പോൾ ഇപ്പം ഞാൻ പറയുമ്പോൾ അത് ശരിക്കും ചിലപ്പോൾ മേഡം പറഞ്ഞതിന് ശേഷം പറയുന്നതായിട്ട് ചിലപ്പോൾ തോന്നും. പക്ഷെ അങ്ങനെയില്ല. മേഡം വേണമെങ്കിൽ പിന്നെ മോളോട് ചോദിക്കാം. ഞാൻ പറയാറുണ്ട്. കാരണം ഞാനും ഇതേമാതിരി കുറച്ച് സ്ട്രഗിൾ ചെയ്ത് പിന്നെ ആദ്യം SSLC ഒക്കെ ഫെയിലായി. അവിടെ നിന്ന് പാസ്സായതിനു ശേഷം പിന്നെ ഞാൻ എവിടെയും ഫെയിലായിട്ടില്ല. പിന്നെ അങ്ങനെ 26-ാമത്തെ വയസ്സിലാണ് ഞാൻ ഒരു ഡിപ്ലോമ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ പഠിപ്പ് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ എത്തില്ല. ഇന്ന് ഞാൻ ഒരു 11 വർഷമൊക്കെ പുറത്ത് വർക്ക് ചെയ്തത്. അതിനുശേഷം ഇന്ന് ഒരാളുകൾ സൊസൈറ്റിയിൽ ഒരു സേഫ്റ്റി എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറയുന്ന കാര്യം എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു. അപ്പോൾ നിങ്ങളും ആ രീതിയിൽ തന്നെ വളരണം, എല്ലാം അങ്ങനെ തന്നെ പിന്നെ വരണം എന്ന് തന്നെയാണ് ഞാനും പറയാറ്. പിന്നെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പേരുള്ള പിന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ, അപ്പോൾ എൻ്റെ മോളെ പറ്റി പറയുകയാണെങ്കിൽ അവള് പഠിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്, പഠിക്കും. പിന്നെ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചാൽ ആ സമയത്ത് നമ്മൾ ആൻസറൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൽ ഇത് കാണുന്നില്ല. അതിപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണെന്നുള്ളതാണ്. എന്തായാലും പിന്നെ ഇതുപോലൊരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. അവിടുത്തെ ക്ലാസ്സിൽ എന്തായാലും ഞാൻ എൻ്റെ വൈഫിനെ പങ്കെടുക്കുന്നു. താങ്ക് യു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വിഷമം ഞാൻ വളരെ ലേറ്റായിട്ടാണ് കുട്ടീൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. മാഡം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം എനിക്ക് വന്ന കുറേ തെറ്റുണ്ട്, മോനെ ഒരുപാട് ശിക്ഷിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഇങ്ങനെ അറിയില്ലേ. ഇപ്പം ഞാൻ എൻ്റെ മോനെ ശിക്ഷിക്കരുത്. അവരെല്ലാ കുറവുകളും ഒരിക്കലും ഞാൻ കുറവുകളായിട്ടേ കാണുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ എൻ്റെ മോനോട് ഒരു സ്ഥലത്തും പരാജയപ്പെടും. പഠനം കൊണ്ട് മാത്രമല്ല നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്ന് വെച്ചാൽ പഠനം വേണ്ടെന്നല്ല. മാഡം
കുട്ടി ഒന്നിച്ച് കേൾക്കേണ്ട പല കാര്യങ്ങളും മാഡം അതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട്